ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഇത് വേല ദിവസം കാലത്തുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വള നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് കാണാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈട് കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നോർമലി ചുരിദാറൊക്കെയല്ലേ ഇടുന്നതെന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഉടുക്കാൻ പറ്റുള്ളൂ, കാരണം അത്രയും വെയിലും ചൂടൊക്കെ ആയിട്ട് കേട്ടോ. എങ്കിലും എനിക്കൊരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈടതേ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പം നമ്മളിവിടെ ചെറിയ ചെറിയ മക്കളുമാരും അമ്മായിയുടെ മക്കളും അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈട് കാണാനായിട്ട്. അപ്പോൾ നിറയെ പേരുണ്ട്. നമ്മൾ തനിച്ച് വന്ന് നിൽക്കുന്നതിനേക്കാളും എല്ലാവരും കൂടെ ഒരു ഗ്യാങ്ങായിട്ട് വരുമ്പോൾ അതൊരു വൈബ് വേറെ തന്നെയല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു. സാമ്പാർ, ഉപ്പേരി, പപ്പടം, ഇഞ്ചിപ്പുളി, മാങ്ങ, അവിയൽ ഇത്രയാണ് കേട്ടോ. സദ്യ വട്ടമായിട്ടൊന്നുമില്ല, കുറച്ച് ഇത് മാത്രമേ ഒഴിക്കുള്ളൂ. കാരണം അനിയനും ഇല്ല, പിന്നെ വിരുന്നുകാരങ്ങനെ ആരും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിയൊക്കെ പോയിട്ട് അനിയനൊക്കെയാണ് ഓടി വരും. അപ്പോൾ അതും ഇല്ലാതെ ഇപ്പോൾ ഒന്നും വെക്കാനും വിളമ്പാനൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ നോൺ വെജ് ഇന്ന് വെക്കാറില്ല കേട്ടോ. വേല ദിവസം നമ്മളത് എന്താ പറയുക, നമ്മുടെ അമ്മയുടെ ഒരു ബർത്ത്ഡേ അല്ലേ നമ്മൾ വേലയായിട്ട് ആഘോഷിക്കുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് നോൺ വെജ് വയ്ക്കാറ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ അങ്ങ് പാസ്സാക്കി ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടെ റെഡിയായിട്ട് വീണ്ടും ആന കാണാനും വേലപ്പറമ്പിലേക്ക് അങ്ങ് ചെന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആനയൊക്കെ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൊട്ടും എല്ലാം കണ്ടിട്ട് നമ്മൾ ആന ഇങ്ങ് കാവ് കയറുന്ന സമയത്ത് നമ്മൾ ഒരു പാടത്ത് പോയി നിൽക്കുക കേട്ടോ. അവിടെ നിന്നിട്ടാണ് നമ്മൾ പടക്കം, അതായത് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാറ്. എന്നും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളതേ നോക്കിക്കണ്ട് അങ്ങനെ ആന കാവ് കയറുന്ന സമയത്ത് നമ്മൾ പടത്ത് പോയി നിന്നു. അപ്പോൾ മോൾക്കതേ ഇവിടെ നിന്ന് എന്താ പറയുക, ഡോക്ടർ സെറ്റിൻ്റെ കളി സാധനം വാങ്ങിക്കൊടുത്തു. പിന്നെയും ഒരു മസാലക്കടല അങ്ങ് വാങ്ങി അതൊക്കെ അങ്ങ് കഴിച്ചുകൊണ്ട് നിന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കാട്ടുശ്ശേരി ഭാഗത്തെ പടക്കം കഴിഞ്ഞ് ഇന്ന് നമ്മൾ പൊട്ടിച്ചിട്ട് അവർ പൊട്ടിക്കുക, ഇന്ന് അവരെ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ പടക്കം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എങ്കിലും കാട്ടുശ്ശേരി കാരായിരുന്നു കുറച്ചധികം സമയം പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനി പരാതിയും പരിഭവങ്ങളൊക്കെ പുലർച്ച വെടിക്കെട്ടിന് കാണിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമുക്ക് എന്താണ് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പടക്കമൊക്കെ കണ്ടു. നല്ല പടക്കം നല്ല ഉണ്ടായിരുന്നു. എന്താ പറയുക, അവരെക്കാട്ടിലും കൂട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സമയം എടുത്തത് കാട്ടുശ്ശേരിക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പടക്കമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ സത്യത്തിൽ മോള് പേടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും മാമ വന്നിട്ടുണ്ടായിരുന്നു, പറമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പം മാമ അവൾക്കും കളി സാധനം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ ഒരു ബബിൾസും പിന്നെ ഫ്രൂട്ട്സ് കട്ടിയില്ലേ അതും കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിലേക്കൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും പഞ്ചവാദ്യമൊക്കെ കാണാൻ പോയി. പിന്നെ രാത്രി 12-12:30 ആവുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് പുതുക്കുളങ്ങര കാവിലേക്ക് പോകും കേട്ടോ. അത് കണ്ടോ, ചപ്പിലാന, അത് ചപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു ആന ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പഞ്ചവാദ്യം അതൊക്കെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തോടു കൂടി തന്നെ പോകുന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ഇഷ്ടം. എല്ലാം അടുത്ത് തന്നെയാണ്, നമുക്ക് ഒരുപാട് നടക്കണം എന്ന് പറയാനൊന്നുമില്ല. അങ്ങനെ 7 ആനയുണ്ട്. അപ്പോൾ 7 ആനയും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി അതൊക്കെ നോക്കിക്കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ഇനിയും ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകുന്നെങ്കിൽ 4-5 മണിയാകുമ്പോൾ പോവാം. അല്ല, ഇതിനൊപ്പം പോകുന്നവരും ഉണ്ട് കേട്ടോ. പോയിട്ട് അവിടെ കുറേ അധികം സമയം ഇരുന്ന് പിന്നെ ആനയൊക്കെ അമ്പലം 2, അതായത് കാട്ടുശ്ശേരിയുടെ ആനയും നമ്മുടെ ആനയും അവിടെ പുതുക്കുളങ്ങര കാവിൻ്റെ അവിടെയും പന്തലുണ്ട്. അപ്പോൾ അവിടെ നിരന്ന് നിന്ന് പഞ്ചവാദ്യം ഉണ്ട്. അതൊരു കേൾക്കേണ്ട പഞ്ചവാദ്യം തന്നെയാണ് കേട്ടോ. തിമിർത്തിട്ടായിരിക്കും, നല്ല രസമുണ്ടാവും. 2 വഴിക്കാരുടെ ആനയും 2 വഴിക്കാരുടെ കൊട്ടും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല എന്താ പറയുക, നമ്മൾ ആസ്വദിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്.